DST എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് എന്താണെന്ന് അറിയാമോ? യൂറോപ്പിൽ വിൻ്ററിലും സമ്മറിലും സമയം മാറ്റുന്നതിനെയാണ് DST അഥവാ ഡേ ലൈറ്റ് സേവിംഗ് ടൈം എന്ന് പറയുന്നത്. ഇതേക്കുറിച്ച് രസകരമായൊരു കഥയുണ്ട്. വർഷം 1900. സമ്മറിലെ ഒരു സുപ്രഭാതത്തിൽ ഇംഗ്ലണ്ടിലെ വില്യം വില്ലറ്റ് എന്ന സമ്പന്നനായ കെട്ടിട നിർമ്മാണ എഞ്ചിനീയർ കുതിരപ്പുറത്ത് സവാരിക്കിറങ്ങി. അപ്പോൾ സൂര്യൻ ആകാശത്ത് ചിരിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ വീട്ടുവാതിലുകളെല്ലാം അടഞ്ഞുകിടക്കുന്നു. നഗരം അപ്പോഴും ഉറക്കത്തിലായിരുന്നു. വില്യം അത്ഭുതപ്പെട്ടു. എത്ര മനോഹരമായ വെളിച്ചം! ഈ മനുഷ്യരെല്ലാം ഇങ്ങനെ ഉറങ്ങി സമയം നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? ഇതിനൊരു പോംവഴി വേണമല്ലോ എന്ന് വില്യം ചിന്തിച്ചു. സൂര്യനെ നമുക്ക് മാറ്റാനാകില്ല, പക്ഷേ മനുഷ്യർക്ക് നേരത്തെ എഴുന്നേക്കാമല്ലോ. അതിനൊരു പോംവഴി സമയം മുന്നോട്ട് മാറ്റിയാൽ പോരെ എന്ന് വില്യം ചിന്തിച്ചു. അപ്പോൾ സൂര്യപ്രകാശം ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താം, വൈദ്യുതി ലാഭിക്കുകയും ചെയ്യാം. അങ്ങനെ ധാരാളം ഊർജം ലാഭിക്കുന്നത് വഴി മനുഷ്യർക്ക് കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യാം. 1907 അതിനെക്കുറിച്ച് വില്യം ദ വേസ്റ്റ് ഓഫ് ഡേ ലൈറ്റ് എന്നൊരു പുസ്തകം തന്നെ എഴുതി. സൂര്യൻ നമ്മെ കാത്തിരിക്കേണ്ടതില്ല, നമുക്ക് സമയം 1 മണിക്കൂർ മുന്നോട്ട് മാറ്റാം. അങ്ങനെ സൂര്യനെ നമുക്ക് പിന്തുടരാം. വില്യം ഇത് പാർലമെന്റിൽ നിയമമാക്കി പാസാക്കണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ ബ്രിട്ടീഷ് MP-മാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹലോ വില്യമേ, നമുക്ക് സൂര്യനെ മാറ്റാൻ കഴിയില്ലല്ലോ, അപ്പോൾ സമയം മാറ്റാമെന്നും വിചാരിക്കരുത്. അങ്ങനെ ആ ആശയം തള്ളിപ്പോയി. പക്ഷേ 1916 പ്രഥമ ലോക മഹായുദ്ധം നടക്കുമ്പോൾ ജർമ്മനി കൽക്കരി ലാഭിക്കാനായി പുതിയൊരു മാർഗം തേടിയപ്പോൾ അവർ വില്യമിന്റെ പഴയ പുസ്തകം കണ്ടു. ഉടനെ ഉത്തരവിട്ടു, സമയം 1 മണിക്കൂർ മുന്നോട്ട് മാറ്റുക, ലൈറ്റ് ഉപയോഗം കുറയ്ക്കുക, സൂര്യനെ നമ്മോടൊപ്പം പ്രവർത്തിക്കാൻ ക്ഷണിക്കുക. അങ്ങനെ ലോകത്തിലെ ആദ്യ സമ്മർ ടൈം ആരംഭിച്ചു. 1916 ഏപ്രിൽ 30 ജർമ്മനി മുഴുവൻ ക്ലോക്കുകൾ 1 മണിക്കൂർ മുന്നോട്ടാക്കി. അന്ന് പത്രങ്ങൾ എഴുതി, സൂര്യൻ ഇനി നമ്മുടെ കൂട്ടാളിയാണ്. ഇത് കണ്ട ബ്രിട്ടൻ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വില്യമേ, നിന്റെ ബുദ്ധിയാണിപ്പോൾ ലോകത്തെ നയിക്കുന്നത്. പക്ഷേ അത് കാണാൻ വില്യം ഉണ്ടായിരുന്നില്ല. 1915 തന്നെ അദ്ദേഹം മരിച്ചു പോയിരുന്നു. ഇന്ന് ഓരോ മാർച്ചിലും ഒക്ടോബറിലും DSTക്കായി യൂറോപ്പിൽ ക്ലോക്കുകൾ തിരിക്കുമ്പോൾ അത് വില്യമിന്റെ പ്രഭാത സവാരിയിലെ ചിന്തയുടെ ഫലമാണെന്ന് എത്ര പേർക്കറിയാം? വർഷങ്ങളോളം ഓരോ രാജ്യത്തിനും DSTക്ക് ഓരോ സമയമായിരുന്നു. എന്നാൽ ഗതാഗത വാർത്താവിനിമയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി 1980കളിൽ ഇത് ഏകീകരിച്ചു. ഇതനുസരിച്ച് മാർച്ച് മാസത്തിലെ അവസാന ഞായറാഴ്ച DST ആരംഭിക്കുകയും ഒക്ടോബർ മാസത്തിലെ അവസാന ഞായറാഴ്ച DST അവസാനിക്കുകയും ചെയ്യുന്ന രീതി നിലവിൽ വന്നു. നിലവിൽ ഈ സമയമാറ്റം നിർത്തലാക്കുന്നതിനെക്കുറിച്ച് യൂറോപ്യൻ യൂണിയനിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. അതിനാൽ ഇപ്പോഴും സമയമാറ്റം തുടരുന്നു. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.